ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാജിയാണ്. അതിലേക്ക് കടുകും ഉഴുന്ന് പരിപ്പും ഉലുവയും കൂട്ടിക്കുക. വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വഴന്ന് വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അത് ഓപ്ഷനിലാണ് 1 ടീസ്പൂണ് നെയ്യ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും, വയറിനും നല്ലതാണ്. അത് ഓപ്ഷനിലാണ്, വെള്ളത്തിൽ മാത്രം ചെയ്താൽ. 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് 2 വിസിൽ വരുന്നവരെ അടച്ച് വെച്ച് വേവിക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഈ കണ്ടെത്ര അധികം വെള്ളം വേണ്ടതാ. പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കുക. വേവിച്ചിട്ട് വെന്ത് കഴിഞ്ഞാൽ 2 വിസിൽ തന്നെ വെന്ത് കഴിഞ്ഞാൽ മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് ഉടച്ചതിന് ശേഷം മല്ലിയിലയും ഉടച്ച് ഇതായതിന് ശേഷം മല്ലിയിലയും കരിവേപ്പിലയും വിതറി കൊടുക്കുക. അത്രയേ ഉള്ളൂ. സൂപ്പർ ബാജി റെഡി.